സ്ഥിരമായി ഓഫീസിൽ പോകുമ്പോൾ ചെയ്യുന്ന ഒരു മേക്കപ്പ് റൊട്ടീനാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തത് സെറാണ് കേട്ടോ. സെറം അപ്ലൈ ചെയ്തിട്ട് ഒരിക്കലും തേച്ച് പിടിപ്പിക്കരുത്. ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ സെറം ഫേസിലൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടി. ദെൻ അടുത്തത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും ഓരോ പ്രൊഡക്റ്റ് തേക്കുമ്പോഴും ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മാത്രം എന്താകാൻ പാടുള്ളൂ, അടുത്ത പ്രൊഡക്റ്റ് ഇടാൻ പാടുള്ളൂ. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീനാണ്. ജോവീസിൻ്റെ സൺസ്ക്രീൻ ഞാൻ നല്ല രീതിയിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് എടുക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ എമൗണ്ട് എടുത്തിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് നല്ല തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുള്ളൂ. തേച്ച് പിടിപ്പിച്ചു. ദെൻ അടുത്ത സ്റ്റെപ്പ് ഇത് കീസോളിൻ്റെ BB ക്രീമാണ്. എന്തുകൊണ്ട് BB ക്രീം ചോദിക്കും. എനിക്ക് ഒരു ഫൗണ്ടേഷൻ പകരമായിട്ടും നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചതിനേക്കാൾ കുറച്ചുകൂടി എനിക്കൊരു എഫക്റ്റായി തോന്നി. അതായത് രാവിലെ വൈകിട്ട് വരെ നല്ല വൃത്തിക്ക് ഫേസ് നിൽക്കും. ആ ഒരു ഗ്ലോ ഒക്കെ ഫേസിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോ കുത്തായിട്ട് ഇങ്ങനെ പൊട്ട് പോലെ തൊട്ട് കൊടുത്തതിന് ശേഷം സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ BB ക്രീമിൻ്റെ കീസോളിൻ്റെ ഒരു BB ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് അവരുടെ തന്നെ ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ട്. അത് ഞാൻ അപ്ലൈ ചെയ്യും. അത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫേസ് കാണാൻ പറ്റും. ഇത്രയാണ് എൻ്റെ ഒരു ബേസായിട്ട് ഞാൻ ചെയ്യുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ണെഴുത്ത് ഞാൻ എഴുതുന്നത് ബ്ലൂ ഹെവൻ്റെ ഒരു കാജൽ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ കണ്ണെഴുതുക. ഇത് മാത്രമല്ല കേട്ടോ, രണ്ടാമതായിട്ട് വേറൊരു പെൻസിലും കൂടെ യൂസ് ചെയ്യും. അത് പ്ലമ്മിൻ്റെ കാജൽ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. പ്ലമ്മിൻ്റെ കാജൽ പെൻസിൽ മാത്രമല്ല, മെബലൈനും എൻ്റെ കയ്യിലുണ്ട്. ഈ രണ്ട് പ്ലമ്മും മെബലൈനും മാറിയാണ് ഞാൻ യൂസ് ചെയ്യുക. പ്ലമ്മിൻ്റെ കാജൽ പെൻസിലും കൊണ്ട് വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഐലൈനർ എടുക്കുകയാണ്. മെബലൈൻ്റെ ഐലൈനർ വെച്ചിട്ടാണ് മുകളിൽ വരയ്ക്കുന്നത്. മുകളിൽ വരച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, എൻ്റെ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു. മസ്കാര ഞാൻ ഇടാറില്ല. വളരെ റെയർ ആയിട്ടേ മസ്കാര യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മുടെ ഐബ്രോ ഷേപ്പാക്കാൻ വേണ്ടി ഞാൻ ബ്രാൻഡഡ് ഐബ്രോ പെൻസിലൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ലോക്കലി നമുക്കൊരു 15 രൂപയ്ക്ക് കിട്ടൂലേ, ആ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഐബ്രോ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഐബ്രോ വരച്ച് കഴിഞ്ഞാൽ ഈ ഐലൈനറും കൊണ്ട് ഞാനൊരു കുഞ്ഞ് പൊട്ട് തൊടും. ഇത്രയേ ഉള്ളൂ ഒരു ബേസിക് സംഭവങ്ങൾ. ദെൻ എൻ്റെ സിന്ദൂരം ആ സ്റ്റിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് വരയ്ക്കും. ദെൻ പിന്നെ ഒരു ഇയർബഡ് അത് ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ കുങ്കുമത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഡിപ്പ് ചെയ്യും. എന്നിട്ട് അതിങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും. ആ ഒരു സ്റ്റിക്കിൻ്റെ മുകളിൽ വെക്കുമ്പോൾ വൈകിട്ട് വരെ അതും പോകില്ല, പരക്കില്ല, അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ഇടാറില്ല. ദെൻ ഒരു ലിപ് ലൈനർ വരയ്ക്കും. ഇതും ഞാൻ ബ്രാൻഡൊന്നും നോക്കിയിട്ടുള്ള നോർമൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ലിപ് ലൈനർ വരയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു മേക്കപ്പിൻ്റെ ഒരു ഐറ്റംസ്. ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞു. പിന്നെ മുടി കെട്ടുന്നു, ഓഫീസിലേക്ക് പോകുന്നു. ഇത് നിങ്ങൾക്കും തുടരാവുന്നതേ ഉള്ളൂ. ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കീസോളിൻ്റെ ലിങ്ക് എനിക്ക് അവൈലബിൾ ആണ്. ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാട്ടോ. വേണമെങ്കിൽ ഞാൻ നമ്പർ തരാം, കോൺടാക്ട് ചെയ്താൽ മതി.